മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ടൂൾസിനെ കുറിച്ച്, പ്രത്യേകിച്ച് ഈ ഡെലിവറൻസിന് ആവശ്യമായിട്ടുള്ള ടൂൾസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, നമ്മൾ പവർ ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞു. ഈ പവർ ഓഫ് സാൽവേഷനകത്ത് ദ പവർ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പൻറ്റൻസിൻ്റെ കാര്യവും, അതുപോലെ റിപ്പൻറ്റൻസ് ഏത് രീതിയിൽ ചെയ്യണമെന്നും, അതുപോലെ എങ്ങനെയാണ് ആ കോയിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ഫൊർഗീവ്നെസ്, റിപ്പൻറ്റൻസ് ആൻഡ് ഫൊർഗീവ്നെസ്, ഇത് രണ്ടും ഏത് രീതിയിൽ വേണമെന്നും സംസാരിച്ചു. അത് നമ്മൾ ശത്രുക്കളോട് നമ്മളെ ക്ഷമിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുമല്ലോ. അത് കണ്ടില്ലെങ്കിൽ അത് കാണുക, അത് പ്രയോജനപ്പെടും. കാരണം നമ്മുടെ റിപ്പൻറ്റൻസ് ഏറ്റുപറച്ചിലും അതുപോലെ ഉപേക്ഷിക്കുകയും അതുപോലെ നമ്മൾ ക്ഷമിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. നമ്മളെ ഇന്നർ ഹീലിംഗ് വരുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല ഡെലിവറൻസും ലൈഫിൽ വന്നു ചേരുന്നത് നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് ഇന്നർ ഹീലിങ്സ് നമുക്കുണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇന്ന് അതുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, പാരമ്പര്യമായിട്ടുള്ള തലമുറകളായിട്ടുള്ള ചില ഇഷ്യൂസ്, ഭവനങ്ങളിലെ തലമുറകളായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. രോഗങ്ങൾ, അതുപോലെ ശാപങ്ങൾ, തലമുറകളായിട്ട് വരുന്ന പാപങ്ങൾ, ഇതെല്ലാം കുടുംബങ്ങളിലുണ്ട്. ഇതെല്ലാം ശരിക്കും നമ്മുടെ ഡെലിവറൻസിന് നമുക്ക് തടസ്സമായി തീരും. ഈ 2-3 എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം എന്താ, ഈ ബേസിക്കായിട്ടുള്ള അറിവ് നമുക്ക് വരുമ്പോഴേ നമുക്കതിൽ നിന്നൊക്കെ ഒരു റിലീസ് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു റിലീസ് എടുത്താൽ, കാരണം ദൈവം യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണം ഇതൊക്കെയും നള്ളിഫൈ ചെയ്ത് ഇല്ലാതാക്കി കളഞ്ഞാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും അതൊക്കെ നമുക്ക് വിട്ടുപോകാതെ ഉണ്ട്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലുള്ളൊരു ഒരു വളർച്ച, അല്ലെങ്കിൽ ശുശ്രൂഷയിലൊരു മുന്നോട്ടുള്ള പോക്ക്, അല്ലെങ്കിൽ ജീവിതത്തിലെ കുഞ്ഞുങ്ങളുടെ കാര്യമായാലും കുടുംബത്തിലുള്ള കാര്യങ്ങളിലായാലും എല്ലാം ഒരു തളർച്ച വരുന്നത് പല ജീവിതങ്ങളിലും കാണുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല. ഈ പഴയ നിയമത്തിൽ നമുക്ക് കാണാം ഒരുപാട് കേഴ്സസും ഒരുപാട് ശാപങ്ങളും അനുഗ്രഹങ്ങളും ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാനിപ്പം പോകുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നമ്മളെ അതിൽ നിന്നെല്ലാം വിടുവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം അതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ദൈവം കൃപയിൽ കൂടി നമുക്ക് വേണ്ടതായിട്ടുള്ള വിടുതൽ തരുന്നു. അതുകൊണ്ട് ഈ പുതിയ നിയമത്തിൽ നമുക്ക് ദൈവം തരുന്ന കൃപകൾ, പഴയ നിയമത്തിലെ ഒരു പ്രോമിസ് എല്ലാം തന്നെ അബ്രഹാമിൽ കൂടി യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് വന്നിരിക്കുകയാണ്. അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അല്ലേ? ഗലാത്യർ 3:13-14 വാക്യങ്ങളിൽ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഈ ശാപം എന്ന് പറയുന്നൊരു വേർഡിനെ കുറിച്ച് ഞാനൊന്ന് എംഫസൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ അതിനോട് ചേർന്ന് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടത് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഈ 2 വാക്യങ്ങൾ എത്ര കണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്നറിയില്ല. ഈ 2 വാക്യങ്ങളിൽ ഞാനൊന്ന് തൽക്കാലം ഒന്ന് നിൽക്കുകയാണ്. ഇവിടെ ശാപം എന്നും അനുഗ്രഹമെന്നും 2 വാക്കുകൾ പറയുന്നുണ്ട്. ഇത് പുതിയ നിയമത്തിലുള്ള കാര്യമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്, പഴയ നിയമത്തിലല്ല. ആവർത്തന പുസ്തകത്തിൽ നിങ്ങൾ ഗരീസി പർവ്വതത്തിൽ പോയി അനുഗ്രഹം പറയാനും എബ്ബാൽ പർവ്വതത്തിൽ പോയി ശാപം പറയാനും ഒക്കെ ഉള്ള ഭാഗങ്ങൾ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ശാപത്തിൻ്റെ ലിസ്റ്റ് പറയുന്നുണ്ട്, അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റ് പറയുന്നുണ്ട്. ഈ ശാപം എല്ലാം വരുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് വിരോധമായി ചെയ്യുകയും, അതുപോലെ ആ 10 കൽപ്പനകൾ ദൈവം കൊടുത്തിരിക്കുന്ന ദൈവമല്ലാതെ വേറെ ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നതിൽ നിന്ന് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ശാപങ്ങൾ അവിടെ പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ ശാപത്തേക്കായും ഇവിടെ പറയുന്ന ശാപം ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. അതുമാത്രമല്ല, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്, എന്ന് വെച്ചാൽ ജാതികൾ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, യഹൂദന്മാരല്ല. അബ്രഹാമിൻ്റെ അനുഗ്രഹം സാറിന് യഹൂദന്മാരല്ലേ ക്ലെയിം ചെയ്യാറുള്ളത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
യഹൂദന്മാരാണ് ക്ലെയിം, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞ് യേശുവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? ഇവിടെ പൗലോസ് പറയുന്നത് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ യഹൂദന്മാർക്ക് വരേണ്ടതിനെന്നല്ല, ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം, അതാണ് ഏറ്റവും പ്രധാനം. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. സ്പിരിറ്റ് ത്രൂ ഫെയ്ത്ത്. നിങ്ങളും ഞാനും വിശ്വസിച്ചപ്പോൾ ഈ ആത്മാവ് എന്ന വാഗ്ദത്തമായി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദ പേഴ്സണാലിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആ വാഗ്ദത്തം നമ്മുടെ ഉള്ളിൽ വന്നതിനോടൊപ്പം തന്നെ യേശുക്രിസ്തു നമ്മൾ വസിക്കുന്നു. യേശുക്രിസ്തുവിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വസിക്കുമ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം നമ്മൾ വന്നു. ഓക്കെ, ഇത് ഇത്രയും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് മതി. അല്ലെങ്കിൽ ഗലാത്യർ 3:13-14 വാക്യങ്ങളിലെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, പാരമ്പര്യ ശാപങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. ഓക്കെ, അതുപോലെ തന്നെ പുതിയ നിയമ സന്ദേശം നമുക്ക് അനുഗ്രഹം ദൈവം തന്നു. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവറി യാഗമായപ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം വഹിച്ചു, അല്ലേ? നമ്മളെ ശാപങ്ങളെല്ലാം മായിച്ചു, രോഗങ്ങളെല്ലാം വഹിച്ചു. അതുപോലെ ഇതിൽ നിന്നെല്ലാം മോചനം തന്നിരിക്കുന്നു എന്ന് ക്ലിയറായിട്ട് അതിൽ പറയുന്നു. പിന്നെ എന്തിനാണ് ഇത് നാം ചിന്തിക്കുന്നത്? ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഇതെല്ലാം മാറി, അല്ലേ? ശരിക്കും ഇതെല്ലാം മാറി. ശാപവും മാറി, രോഗവും മാറി, പാപവും മാറി, അല്ലേ? മാറിയല്ലോ, അല്ലേ? എന്നാൽ പ്രായോഗിക തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം നാം ഇന്ന് കാണുന്നില്ലേ? രോഗങ്ങൾ വരുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് മാനസികമായിട്ടുള്ള ഒരുപാട് പീഡനങ്ങളിൽ കൂടി, ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്ന അനേകം ആളുകളുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന യേശുവിനെ രക്ഷകൻ കർത്താവായി സ്വീകരിച്ചിട്ട് കാര്യം തന്നെ പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പല കാര്യങ്ങളും അവർ ഉദ്ദേശിക്കുന്നതിന് നമ്മൾ വിചാരിക്കുന്ന രക്ഷിക്കപ്പെട്ട സമയത്ത് ഇതെല്ലാം മാറിയെന്നാണ്. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇത് ഇന്ന് അനേകം ആളുകളിലുണ്ട്. ക്രൂശിൽ നമ്മുടെ രോഗങ്ങളെല്ലാം വഹിച്ചതാണ്. എന്നാൽ ഇപ്പോഴും രോഗം ഭൂമിയിലുണ്ട്, അല്ലേ? ഉണ്ട്. രക്ഷിക്കപ്പെട്ടവരിലും ഉണ്ട്, രോഗങ്ങളുണ്ട്. കർത്താവ് നമ്മുടെ ശാപങ്ങളെല്ലാം ക്രൂശിൽ തീർത്തതാണ്. എന്നാൽ ഈ ശാപങ്ങൾ പ്രായോഗികമായിട്ടുള്ള അളവിൽ നമ്മളിലുണ്ട്, പലരിലും ഉണ്ട്. അത് വിട്ടുപോയിട്ടില്ല. നമ്മുടെ പുരോഗതിക്ക് തടസ്സമായിരിക്കുന്നത് എന്തോ ഒന്ന് നമ്മൾ വ്യാപരിക്കുന്നു. ഇപ്പോൾ അബ്രഹാമിൽ കൊടുത്ത അനുഗ്രഹങ്ങൾ നമ്മൾ വരുമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് പ്രവർത്തിക്കാത്തവരിലായിരിക്കാം അത് വരുന്നത്. ഓക്കെ, അതിൽ നമുക്ക് വീണ്ടും കടന്നു വരാം. ഈ സ്വാധീനിക്കുന്ന, നമ്മളെ എന്തൊക്കെയോ സ്വാധീനിക്കുന്നുവെങ്കിൽ ആ മേഖലയിൽ നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ വിടുതൽ പ്രാപിക്കണം. അവിടെയാണ് ഒരു ഡെലിവറൻസ് ആവശ്യമായിരിക്കുന്നത്. നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിലാണ് വരുന്നത്. നേരത്തെ നമ്മൾ പാപക്ഷമയെക്കുറിച്ച്, ഏറ്റുപറച്ചിലിനെക്കുറിച്ച്, അൺഫോർഗീവ്നെസ്സിനെ കുറിച്ചെല്ലാം പറഞ്ഞു. ഇന്ന് നമ്മൾ പറയുന്ന ശാപങ്ങൾ, രോഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതുപോലെ സ്വാതന്ത്ര്യം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അന്നേരം ശാപങ്ങളുടെ മേഖലയിലും രോഗങ്ങളുടെ മേഖലയിലും തളർച്ചയുടെ മേഖലയിലും എല്ലാം തന്നെ നമുക്ക് ഒരു വിടുതലും പുരോഗതിയും നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാവർക്കും ഇപ്പം മനസ്സിലായി കാണും എന്ന് വിചാരിക്കും. ഒരു യേശുക്രിസ്തു മരിച്ചു, നമ്മുടെ ശാപങ്ങളെല്ലാം പോയി. ആദ്യം ആദാമും ഹവ്വയൊക്കെ പാപം ചെയ്ത് പാപം വന്നു. 2000 വർഷത്തിന് 4000 വർഷം കഴിഞ്ഞ്, എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ 2000 വർഷത്തിന് മുമ്പ് യേശുക്രിസ്തു വന്നു, കാൽവറിയിൽ മരിച്ചു, പാപം പോയി. പിന്നെ നമ്മുടെ റോൾ എന്താ എന്ന് നമ്മൾ ചിന്തിക്കും. പലരും അങ്ങനെ പറയാറുണ്ട്. ദൈവം പാപം അയച്ചു, പിന്നെ ദൈവം പാപത്തെ മാറ്റി, വി ആർ ഹാപ്പി, നമ്മളങ്ങനെ ഹാപ്പി ആയിരുന്നാൽ പോരെ എന്ന് ചോദിക്കും. എന്നാൽ അങ്ങനെയല്ല. അത് ഇത് നമ്മുടേതായിട്ട് ഏറ്റെടുക്കുമ്പോഴാണ് നമുക്കിത് വരുന്നത്. ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവാവുന്ന സമയത്ത് തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ പകരപ്പെടുന്നുണ്ട്. എന്താ? മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരുപാട് ഗുണവേന്മകൾ, ദോഷവശങ്ങൾ, വാട്ട് ഓർ മേ ബി, എന്തായാലും അത് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് പകരപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് എന്താ? DNA എന്നും ക്രോമസോം എന്നും ജീൻ എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പൻ്റെയും അമ്മയുടെയും ക്യാരക്ടറാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾ കാണിക്കുന്നത്, അല്ലേ? ശാരീരിക നേച്ചറ്, കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത്, ചിരിക്കുന്നത്, ഇതെല്ലാം പലപ്പോഴും അപ്പൻ്റെയും അമ്മയുടെയും ആ നേച്ചറും ഒക്കെയാണ് കൂടുതൽ കാണിക്കുക. കാരണം 50% അപ്പനിൽ നിന്ന് 50% അമ്മയിൽ നിന്നും വരുന്നുണ്ട്, അല്ലേ?
ഒക്കെ. അപ്പോഴത് ആ കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ആകുകയാണ്, മനസ്സിലാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോട് ചേർന്ന് തന്നെ പല പാരമ്പര്യ അകൃത്യങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, പാരമ്പര്യ ശാപങ്ങൾ, പാരമ്പര്യ ദുരാത്മാക്കൾ വരെ ട്രാൻസ്ഫർ ആകുന്നു. ഇത് പറയുമ്പോൾ എല്ലാവരും എന്നോട് എഗ്രി ചെയ്യത്തില്ല. കാരണം DNA മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ക്രോമസോമിൽ കൂടിയാണ് ട്രാൻസ്ഫർ നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും ശരിക്കും അതിനകത്ത് ഇതെല്ലാം കണ്ടെയ്ൻഡാണ്. കുഞ്ഞുങ്ങളുടെയൊക്കെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ നമ്മൾ നോക്കിയാൽ അറിയാം, പ്രത്യേകിച്ചും വല്യപ്പന്മാർക്കാരുടെ കുറച്ചുകൂടെ അറിയാൻ പറ്റുന്നത് ഈ വെച്ചാൽ അടുത്ത മൂന്നാമത്തെ തലമുറ മോൻ പ്രവർത്തിച്ച് എന്ന് വെച്ചാൽ മോൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ വൈഫ് മോൻ്റെ ഭാര്യ അവരെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് നടന്ന സമയത്ത്, ചിരിച്ച സമയത്ത് അവരുടെ ആക്ഷനൊക്കെയാണെന്ന് 10-40 വർഷം വരെയൊക്കെ ഓർത്തിരിക്കുമല്ലോ വല്യപ്പന്മാരും വല്യമാരും. അടുത്ത തലമുറ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ നേച്ചർ, അവരുടെ ഡെവലപ്മെൻറ്റ് നേച്ചർ ശ്രദ്ധിച്ചറിയാം. ഈ മോൻ്റെയോ മോളുടെയോ ഒക്കെ നേച്ചർ പോലൊക്കെ തന്നെ ആയിരിക്കും. അതാണ് ശരിക്കുമുള്ള DNA ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് അത് മാത്രമല്ല ട്രാൻസ്ഫർ ചെയ്യുക, അത് നമ്മൾ കാണുന്ന അത്രയേ ഉള്ളൂ. എന്നാൽ പല ശാപങ്ങളും രോഗങ്ങളും ദുരാത്മാക്കൾ വരെ, ചില ദുരാത്മാക്കളുണ്ട്, അവരെ ട്രാൻസ്ഫർ ആകും. എന്നിട്ട് ഇത് കേട്ട് ഞാൻ കേട്ട് ഇത് ശരിയല്ല എന്ന് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അമ്മമാർ പറയുന്നത് കേട്ടില്ലേ, അവൻ്റെ അപ്പനെ പോലെയാണ് അവൻ്റെ സ്വഭാവം. ഇത് സാധാരണ നമ്മൾ തന്നെ പറയുന്നതാണ്, അവൻ്റെ അപ്പനെ പോലെ അവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ്റെ അമ്മയെ പോലെ ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ രോഗങ്ങളും അപ്പൻ്റെയും അപ്പൂപ്പന്മാരുടെയൊക്കെ രോഗങ്ങളും ട്രാൻസ്ഫർ ചെയ്യും. ഇത് DNA ക്രോമസോം വഴി ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിലും പല സമയത്താണ് ഇത് ആക്റ്റീവ് ആവുന്നത്, ഒരേ സമയത്ത് ഇത് ആക്റ്റീവ് ആവത്തില്ല. രോഗങ്ങളുമായി ശ്രദ്ധിക്കുമ്പോൾ മാതാപിതാക്കളുടെ മരണശേഷമാണ് പലപ്പോഴും രോഗങ്ങൾ പ്രകടമായി കണ്ടുവരുന്നത്. അല്ലാത്തപ്പോഴും ചിലപ്പോൾ കാണാം, എന്നാലും നോർമലി ഈ മാതാപിതാക്കൾ മരിച്ചതിന് ശേഷമാണ് ആ രോഗങ്ങളൊക്കെ പൊതുവെ കാണുന്നത്. അന്നേരം ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, ഇത് ട്രാൻസ്ഫർ ആവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഞാൻ പലപ്പോഴും നേരത്തെ ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാൻ എൻ്റെ പഠിക്കലിനകത്ത് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നു, ഇതൊക്കെ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു, അതുകൊണ്ട് ഞാനത് അംഗീകരിച്ചു, ഞാൻ ഏറ്റെടുത്തപ്പോൾ അത് തീർന്നു എന്നൊക്കെ. അത് തീർന്നു, അത് ശരിയാണ്. പക്ഷേ ഞാനത് റിയലൈസ് ചെയ്ത് റിലീസ് എടുക്കണം എന്നുള്ള ഒരു കാര്യം എന്നെ ആരും പഠിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് അത് പലതും ഞാൻ അങ്ങനെ ടേക്ക് ഫോർ ഗ്രാൻഡഡ്, അതിനെ ക്ലിയറായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പറയാതെ പോയതുകൊണ്ട് അങ്ങനെ വന്നു. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീനായി പോകുന്നില്ല. ഡെലിവറൻസ് മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ ഈ പല മെസ്സേജുകൾ, പല ആളുകളുടെ പ്രസംഗങ്ങളും ഒക്കെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ പിശാചിനെ ഒഴിപ്പിച്ചു, ഒഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പലയിടത്തും അറ്റൻഡ് ചെയ്യുകയും കാണുകയും ചെയ്തതാണ്. എന്നാൽ അതിൻ്റെ ബേസിക്കായിട്ടുള്ള അതിൻ്റെ റൂട്ട് കോസിലുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ സംസാരിക്കുക മാത്രമല്ല, ഇതിനോട് ചേർന്ന് ചില ഡെലിവറൻസും നമുക്ക് എടുക്കണം. അത് സംസാരിച്ച് വെറുതെ അങ്ങ് വിട്ടുകളയല്ല. നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ ഈ നാളുകളിലെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില ആത്മാക്കളുണ്ട്, ചില പ്രോഗ്രസ് ഒന്നും തടഞ്ഞു വെക്കാൻ, ചില രോഗങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ പ്രാപിക്കണം. ഞാൻ ഇന്ന് ഒരു കാര്യം മാത്രമേ ഇൻട്രൊഡക്ഷനായിട്ട് ഇതിനകത്ത് പറഞ്ഞുള്ളൂ. ഞങ്ങൾ ശാപങ്ങളെ, രോഗങ്ങളെ, മുമ്പോട്ടുള്ള പ്രോഗ്രസ്, ഭവനത്തിലുള്ള പ്രോഗ്രസ് തടസ്സമായി നിൽക്കുന്ന കാര്യം ബൈബിൾ പറയുന്നുണ്ട്. ഇതെല്ലാം അബ്രഹാമിൽ കൂടി നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നു. പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിൽ വിശ്വസിച്ചവർക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നു എന്ന് പറഞ്ഞിട്ടും ഇത് നമുക്കിന്ന് സ്വന്തമാക്കാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ റീസൺസാണ് ഞാൻ പറയുന്നത്. അത് സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്തോ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ മൗത്തീകരണത്തിന് വേണ്ടിയാണ്. അത് ഇനി തുടർമാനമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ ഈ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇത് ബാക്കിയുള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. 2-3 എപ്പിസോഡ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒറ്റ കാര്യമാണ് പറഞ്ഞ്, ഈ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഇത് വെറുതെ ഇങ്ങനെ ബൈബിളിൽ എഴുതി വിടാനായിട്ടുള്ളതല്ല. ഈ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ദൈവം എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും എന്നോട് ചേർന്ന് നിങ്ങളിത് പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോഴേ, ഞാൻ ആദ്യമേ
പറഞ്ഞ പോലെ ഈ 50 എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിൽ നിന്നും ക്ലിയറായിട്ട് ഡെലിവറായി നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിത്തീരും. അവിടെ എന്നോടൊപ്പം പോരുക, കാണുക, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നും പല കർത്താവെ രോഗങ്ങളെ, പ്രയാസങ്ങളെ, വേദനകളെ, ശൂന്യത, അതുപോലെ നിരാശാബോധം, അതുപോലെ കർത്താവെ ഡിപ്രഷൻ, ഇതൊക്കെ കുടുംബങ്ങളായിട്ട് കൈമാറ്റപ്പെട്ട ഇന്ന് പല കുടുംബങ്ങളായിരിക്കുന്നു. ഈ കുടുംബങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ കൂടി ഇതിനൊരു വിടുതൽ പ്രാപിപ്പാനായി ഇന്ന് കർത്താവെ നീ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഈ കുടുംബങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കാണുന്നവരെ നീ അനുഗ്രഹിക്കണം, ആ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. സ്പെസിഫിക്കായിട്ട് ഞങ്ങൾ ഓരോ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവെ അതിൽ നിന്നൊരു വിടുതൽ തരുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങൾ ഇല്ലാതെ സ്റ്റെറൈലായി കർത്താവെ ഇരിക്കുന്ന കുടുംബങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നു, ഇത് കാണുന്നു. കല്യാണം കഴിഞ്ഞ് 10 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ചില ദമ്പതിമാരിൽ ആരോ ഒരാൾ ഇത് കാണുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാരമ്പര്യമായിട്ടുള്ള ആ ട്രാൻസ്ഫറുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയാണ് എന്നറിയത്തില്ല. ശാപമാണോ, രോഗമാണോ, അതുപോലെ ക്രോമോസോമൽ അബറേഷനാണോ എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല, മ്യൂട്ടേഷനാണോ എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഇതെല്ലാം ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആ സ്ക്രീനിലോട്ട് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ആ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതൽ അയക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കർത്താവെ കർത്താവെ ആ രീതിയിലൊന്ന് ആക്റ്റീവായി കർത്താവെ അവിടെ ഒരു വലിയൊരു മിറക്കിൾ, ഒരു ക്രിയേറ്റീവ് മിറക്കിൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്തതെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി കാണണം. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. പ്രെയർ റിക്വസ്റ്റ് അതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.